കാരണം നമ്മളിന്ന് ആ, ഒരു ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ PPC കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ പ്രോബ്ലം എങ്ങനെയാണ്? ഡ്രോ ഡ്രോ എ PPC curve, a PPC curve on the basis of PPC curve on the basis of the following on the basis of the following schedule. അപ്പോൾ നമുക്ക് PPC കർവ് എന്നുണ്ട്. വാട്ട് ഈസ് ആക്ച്വലി PPC? PPC മീൻസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇപ്പം എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു സ്കെഡ്യൂൾ തന്നിട്ടുണ്ട്. സ്കെഡ്യൂളിൽ ഓൾറെഡി ഇൻപുട്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സ്കെഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്കെഡ്യൂളിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് പോസിബിലിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ടു ഗുഡ്സ്, റൈറ്റ്? രണ്ട് ഗുഡ്സ് തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് വീറ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ മെഷീനറി എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലെ കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ പോസിബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. ബി എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡി എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ എഫ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്, പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റീസ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഷീനറി ആണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് 15 മെഷീനറീസ് ഉപയോഗിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് വീറ്റ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് സെക്കൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ വീറ്റിന്റെ പ്രൊഡക്ഷൻ ഒന്ന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മെഷീനറിയുടെ പ്രൊഡക്ഷനെ കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ വീറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി മെഷീനറിയുടെ പ്രൊഡക്ഷൻ കുറച്ച് കൊണ്ടുവരുന്നു. അഗെയിൻ നമ്മൾ വീറ്റിന്റെ പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ മെഷീനറിയുടെ പ്രൊഡക്ഷൻ വീണ്ടും കുറയ്ക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്ക് വീറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയുള്ളൂ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ഓൾസോ, നമ്മൾ വീണ്ടും വീറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നു, മെഷീനറിയുടെ പ്രൊഡക്ഷൻ കുറച്ചു കൊണ്ടുവരുന്നു. വീറ്റ് വീണ്ടും നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ മെഷീനറി വീണ്ടും കുറഞ്ഞു വരുന്നു. ലാസ്റ്റ് നമ്മൾ പൂർണ്ണമായിട്ടും വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് 5 യൂണിറ്റ് നമ്മൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് യാതൊരുവിധ മെഷീനറിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും എ എന്ന് പറയുന്ന പോസിബിലിറ്റിയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു ഗുഡ് മാത്രമാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഗുഡിന് പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ നിരാകരിക്കേണ്ടി വരും. എന്ന് പറയുന്ന പോയിന്റിൽ വീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല, മറിച്ച് അവിടെ മെഷീനറി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എഫ് എന്ന് പറയുന്ന പോയിന്റിലോ അവിടെ നമ്മൾ വീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, മെഷീനറി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ അതിൻ്റെ ഇടയിലുള്ള BCD എന്ന് പറയുന്ന പോയിന്റ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ഈ രണ്ട് ഗുഡ്സിൻ്റെയും കോമ്പിനേഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഗുഡ്സിൻ്റെയും പ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു ഫിഗറിലേക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഫിഗറിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെയ്യണം. ഫിഗറിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫിഗറിന്റെ ടൈറ്റിൽ ഫിഗർ നമ്മൾ കൊടുത്തു.
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്, PPC കർവാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് നമ്മൾ ഡെപിക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ആക്സിസസ് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യണം. കൃത്യമായി നമ്മൾ ആക്സിസ് റെപ്രസെന്റ് ചെയ്യണം. എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, നമ്മുടെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ആൾസോ ഒറിജിൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം റെപ്രസെന്റ് ചെയ്യണം. ദെൻ സ്കെയില് നമ്മൾ കൊടുക്കണം. അതിന് മുന്നേ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് എടുക്കുന്നു. വെയിറ്റിനെ നമ്മൾ എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്യുന്നു. വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീൻ അല്ലെങ്കിൽ മെഷീനറി നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നു. ദെൻ നമ്മൾ കൃത്യമായ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ സ്കെയിൽ വേരിയബിൾസിന് എടുക്കുന്നു. 0, 1, 2, 3, 4 and 5. ഇവിടെയും അതുപോലെ നമ്മൾ മെഷീനറീസിന് എടുക്കുന്നു. ഒരു 2 സ്കെയിൽ ഗ്യാപ്പിൽ നമ്മൾ എടുക്കുന്നു. 2, 4, 6, 8, 10, 12, 14. ചുവടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം 16. ഓക്കെ, ഇതാണ് നമ്മളുടെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീറ്റും മെഷീനറിയും തമ്മിലുള്ള വീറ്റ് 0 പോയിന്റിലാകുമ്പോൾ മെഷീനറി എത്രയായിരിക്കും, 15 ആയിരിക്കും. ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഇവിടെ. ആൻഡ് ദ സെക്കൻഡ് കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നു. സെക്കൻഡ് കോമ്പിനേഷൻ, സോറി, ഇവിടെയാണ് 0 തുടങ്ങുന്നത് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നുമുണ്ട്. ഓക്കെ, 0 കോമ്പിനേഷനിൽ നമ്മൾ 15 എടുക്കുന്നു. ദെൻ 1 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 14 ആയിരിക്കും. 1 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമ്മൾ 14 എടുക്കുന്നു. അവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 2 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 12 ആണ്. 12 എന്ന് പറയുന്ന പോയിന്റിൽ 12 ആണ്. ദെൻ സി എന്ന് പറയുന്ന പോയിന്റ്, അതായത് നമ്മൾ എടുക്കുന്ന കോമ്പിനേഷന് സിയിൽ 2ഉം 12ഉം ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് 3ഉം 9ഉം ആണ്. 3 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ 9 എടുക്കുന്നു. ഓക്കെ, 3 എന്ന് പറയുന്ന. ദെൻ 4 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമ്മൾ 5 എടുക്കുന്നു. ഓക്കെ, 5 എടുക്കുന്നു. ദെൻ 5 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 0 ആയിരിക്കും. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു കർവ് ലഭിക്കും. ഒരു കർവ് നമുക്ക് ലഭിക്കും. ഇതിന്റെ കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന പോയിന്റ്, പി, സി, ഡി, ഇ, എഫ്. ഇതാണ് നമ്മുടെ PPC കർവ്. എന്താണ് ഈ PPC കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്? പോസിബിലിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ഗുഡ്സ്. അല്ലെ, ഏതൊക്കെയാണ്? മെഷീനറി എന്ന് പറയുന്നതും വീറ്റ് എന്ന് പറയുന്ന 2 ഗുഡ്സിന്റെ പോസിബിലിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ ആണ്. ഈ പോയിന്റിന്റെ ബിയോണ്ട് ആയിട്ടുള്ള പോയിന്റ് അൺഅറ്റൈനബിൾ ആണ്. നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ താഴെയുള്ള പോയിന്റോ, അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും ആണ്. നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്ര ഉപയോഗിക്കുന്നില്ല. അതിനേക്കാൾ താഴ്ന്ന രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എലോങ് ദിസ് ലൈൻ, അല്ലെങ്കിൽ ആ ലൈനിലൂടെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെയുള്ള പോയിന്റിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്റ്റിമൈസ് പ്രൊഡക്ഷൻ പോസിബിൾ ആകുള്ളൂ ബിറ്റ്വീൻ 2 പ്രോഡക്ട്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.